പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് ബി. ഞാൻ ആഷിഖ് ജോയ്. ലോകം മുഴുവനുമുള്ള കത്തോലിക്കരുടെ എണ്ണം 1.39 ബില്യണായിട്ട് ഉയർന്നിരിക്കുന്നു. അത് കഴിഞ്ഞ വർഷത്തിനേക്കാളും 16.2 മില്യൺ വിശ്വാസികളുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വത്തിക്കാൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. സോ അതിലോട്ട് കടക്കുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with the prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in caelo et in terra, panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ആഫ്രിക്കയാണ് സഭയുടെ ഫ്യൂച്ചർ എന്നാണ്. ആഫ്രിക്കയിൽ നിന്നാണ് ഇനി അടുത്ത പെന്തക്കോസ്ത വരാൻ പോകുന്നത് എന്നാണ്. അതിന് മുൻപ് വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഏഷ്യയിൽ നിന്നാണ് എന്നാണ്. അത് ഇന്ത്യയിൽ നിന്നായിരിക്കും, കേരളത്തിൽ നിന്നായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മളും പതിയെ യൂറോപ്പിൽ സംഭവിച്ച അതേ അപകടാവസ്ഥയിലോട്ട് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ ഇതാ അടുത്ത പെന്തക്കോസ്ത ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ് എന്നൊന്നും ആരും പറയാൻ ഇപ്പം കേൾക്കുന്നില്ല. പക്ഷേ ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ആളുകളെല്ലാം പറയുന്നത് ഈ കണക്ക് വരുന്നതിന് മുൻപേ അവർ പറയുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്നായിരിക്കും അടുത്ത പെന്തക്കോസ്ത. ആഫ്രിക്കയാണ് ഉണർവ് നൽകാൻ പോകുന്നത് സഭയ്ക്ക് എന്ന്. ഈ കണക്കുകൾ തെളിയിക്കുന്നത് തന്നെയാണ്. ലോകം മുഴുവനും വൈദികരുടെ എണ്ണം 2347 കുറഞ്ഞു. അങ്ങനെ 4,08,000 വൈദികരാണ് നിലവിലുള്ളത്. നമ്മൾ യൂറോപ്പിൽ 3600ഓളം വൈദികരുടെ എണ്ണം കുറഞ്ഞു. അമേരിക്കയിൽ 1000-ലധികം വൈദികരുടെ എണ്ണം കുറഞ്ഞു. എന്നാൽ ആഫ്രിക്കയിൽ 1500 വൈദികരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തത്. 1500 വൈദികർ പുതുതായിട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുണ്ടായി. ഇനി പരിശുദ്ധ കുർബാനയ്ക്ക് വീക്ക്ലി അറ്റൻഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നവരുടെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. അതായത് ജർമ്മനിയിൽ എല്ലാ വീക്കിലും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് വെറും 14% കാത്തലിക്സാണ്. സൺഡേസിലടക്കം പോകുന്നത് 14% കാത്തലിക്സ്. ബ്രസീലിൽ വെറും 8% കാത്തലിക്സ്. നെതർലാൻഡിൽ 7% കാത്തലിക്സ്. ഇങ്ങനെ നമുക്ക് ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും യൂറോപ്പിൽ ഭൂരിഭാഗവും, അമേരിക്കയിലൊക്കെ അറ്റൻഡൻസ് വളരെ കുറവാണ്. എന്നാൽ ആഫ്രിക്കയിലോട്ട് വരികയാണെങ്കിൽ നൈജീരിയയിൽ 94%, 94% കത്തോലിക്കരും ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ അതിലധികമോ ഡെയിലി മാസിൽ പങ്കെടുക്കുന്നു. കെനിയയിൽ 73%, ലബനോനിൽ 69%. ഇങ്ങനെ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലുള്ള ഭൂരിഭാഗം രാജ്യങ്ങളിലും കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ഒരു ആവറേജ് 50% മുകളിലുണ്ട്. ഇനി സന്യസ്തരുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ലോകം മുഴുവനും 800ഓളം സന്യസ്തർ കുറഞ്ഞു, പുരുഷന്മാരുടെ ഇടയിൽ കുറഞ്ഞു. എന്നാൽ ആഫ്രിക്കയിൽ അത് 205 ഉയർന്നു. സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ലോകം മുഴുവൻ 6,09,000 സിസ്റ്റേഴ്സുണ്ട്. അത് 10,588 സിസ്റ്റർമാരുടെ എണ്ണം കുറഞ്ഞു. യൂറോപ്പിലാണ് ഏറ്റവും അധികം, 7,800 സിസ്റ്റേഴ്സാണ് കുറഞ്ഞത്. അമേരിക്കയിൽ 5,000 സിസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു. എന്നാൽ ആഫ്രിക്കയിൽ 2,000 സിസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്തത്. അൽമായ ശുശ്രൂഷകരും കാറ്റക്കിസ്റ്റും അവരെ പറ്റി പറയുകയാണെങ്കിൽ ലോകം മുഴുവനും 4,000 അൽമായ ശുശ്രൂഷകരുടെ എണ്ണമാണ് കുറഞ്ഞത്. 4,000 എണ്ണം കുറഞ്ഞു. എന്നാൽ ആഫ്രിക്കയിലും ഏഷ്യയിലും ഇത് വർദ്ധിച്ചു. സെമിനാരിയൻസിൻ്റെ എണ്ണം ലോകം മുഴുവനും 2,000 കുറഞ്ഞപ്പോൾ ആഫ്രിക്കയിൽ 187 ഉയർന്ന് മൊത്തം 34,000 സെമിനാരികൾ മൊത്തത്തിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പഠിക്കുന്നു. തൊട്ടുപിറകെ ഏഷ്യയുണ്ട്, 32,000, 33,000. മൈനർ സെമിനാരിയൻസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ലോകം മുഴുവനും 300 മൈനർ സെമിനാരിയൻസിൻ്റെ എണ്ണം വർദ്ധിച്ച് അങ്ങനെ 95,000-ലധികം ഉണ്ട്. ആഫ്രിക്കയിൽ വർദ്ധിച്ചത് 2,000-ഓളം മൈനർ സെമിനാരിയൻസാണ്. കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ലോകം മുഴുവനും 74,000-ലധികം കിൻഡർ ഗാർഡൻസ് നമുക്കുണ്ട്. 74,000 KG സെക്ഷൻസ് ഉണ്ട്. പ്രൈമറി സ്കൂൾ 1,01,000, സെക്കൻഡറി സ്കൂൾ 50,000, 2.5 മില്യൺ സ്റ്റുഡൻസ് ഈ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നു. 4 മില്യൺ
സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നു. ഇതിൽ ആഫ്രിക്കയിൽ ആണ് ഏറ്റവും അധികം KG കുട്ടികളും പ്രൈമറി സ്കൂൾ കുട്ടികളും സെക്കൻഡറി സ്കൂൾ കുട്ടികളും പഠിക്കുന്നത് ആഫ്രിക്കയിലാണ്. സോ എന്താണ് ആഫ്രിക്കയിൽ സംഭവിക്കുന്നത്? ആഫ്രിക്കയിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും മുൻവിധിയോട് കാണുന്നൊരു ഭൂഖണ്ഡമാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ നമ്മൾ തരം താഴ്ത്തുന്ന രീതിയിലായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. അതായത് അവരെ സംബന്ധിച്ചിട്ട് അവർ കുർബാനയ്ക്ക് പോകുന്നത് കാര്യം സാധിക്കാനല്ല. അവരെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ പോലെ 100-ലധികം ധ്യാനകേന്ദ്രങ്ങളില്ല. അവരെ സംബന്ധിച്ച് അവർ ദേവാലയത്തിൽ പോകുന്നതും വചനപ്രഘോഷണം കേൾക്കുന്നതും ഈശോയെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈശോയുടെ കയ്യിലുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നു. അത് കിട്ടാതെ വരുമ്പോൾ ഈശോ നമുക്ക് വേണ്ട. അവരെ സംബന്ധിച്ച് ഈശോയാണ് അവർക്ക് വലുത്. മറ്റൊരു കാര്യം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാത്തലിക് ഫെയ്ത്ത് ഫോളോ ചെയ്യുന്ന നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള കർദിനാൾസും ബിഷപ്സും വൈദികം അവർക്കുണ്ട് എന്നുള്ളതാണ്. കർദിനാൾ റോബർട്ട് സാറ, കർദിനാൾ ആരിൻസ്, ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ, വ്യക്തവും ദൃഢവും റിജിഡുമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കാത്തലിക് ഫെയ്ത്തുള്ള നല്ല മോഡൽ നൽകാൻ സാധിക്കുന്ന കർദിനാൾസ് ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. ഹോമോസെക്ഷുവാലിറ്റി ബ്ലെസ്സിങ് വന്നപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവനും ഇത് നിരോധിച്ചു. ഒരൊറ്റ ഇടവകയിൽ ബ്ലെസ്സിങ് നടന്നു പോയതെന്ന് മുഴുവൻ ബിഷപ്പുമാരും ആഫ്രിക്കയിലും മഡഗാസ്കറിലും ബിഷപ്പുമാരുടെ കൂട്ടായ്മ തീരുമാനിച്ചു. അതാണ് അവർ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. അവർ പബ്ലിക്കായിട്ട് പറഞ്ഞു ഞങ്ങളിത് അനുവദിക്കില്ല എന്നവർ പറഞ്ഞു. അങ്ങനെ അവർ മില്യൺ കാത്തലിക്സിനെ ഈ മാരകഭാവത്തിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ട് മുൻപന്മാർ പിമ്പന്മാരാവും, പിമ്പന്മാർ മുൻപന്മാരാവും എന്ന തിരുവചനമാണ് ആഫ്രിക്കയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും Benedicta in mulieribus et benedictus fructus ventris tui, Iesus. Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christo Rey.